അത്ഭുത സംസ്ഥാനമാണ് കേരളം. സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കേരളത്തെ കാണാം. സർക്കാർ വീണ്ടും തിരിച്ചു വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളം പോകും. അതിനുള്ള ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കുക എന്ന് CPIMന്റെ പ്രതിനിധി നമ്മളോട് വിശദീകരിച്ചിരിക്കുന്നു. താങ്കളുടെ പ്രതികരണങ്ങൾ. അനിൽകുമാർ അത്ഭുതകരമായി പല സ്വപ്നങ്ങളും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന എല്ലാ ചർച്ചകളിലും അദ്ദേഹത്തിന്റെ ഇത്തരം അത്ഭുതകരമായ സ്വപ്നങ്ങളെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടുമുണ്ട്. നല്ല കാര്യം. ഇനി അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ചില വിമർശന ഭാഗങ്ങൾ മാറ്റി നിർത്തിയാൽ അദ്ദേഹം പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ബഡ്ജറ്റ് ഉണ്ടാവട്ടെ എന്നാണ് ഏത് സർക്കാർ ഭരിച്ചാലും ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ ചില വാസ്തവതകളുണ്ട്. ഇന്ന് KN ബാലഗോപാൽ ഈ സാമ്പത്തിക ഞെരുക്കത്തിന്റെ കാര്യത്തെപ്പറ്റി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അങ്ങ് മെൻഷൻ ചെയ്തല്ലോ. 2021 മുതൽ ബാലഗോപാൽ ഏത് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുമ്പോഴും ഈ സാമ്പത്തിക ഞെരുക്കത്തെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റ് അപ്രകാരമുള്ളതായിരുന്നില്ല. പൂർണ്ണമായും ബീഹാറിനും ഡൽഹിക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ബീഹാർ നിതീഷ് കുമാറിന്റെ മുഖമൊന്ന് വാടിയാൽ ഈ സർക്കാർ താഴെ പോകും. 2, ഡൽഹിയിലെ ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി അഡ്രസ് ചെയ്തില്ലെങ്കിൽ അവിടെ അധികാരത്തിൽ വരാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ബീഹാർ ഡൽഹി ബഡ്ജറ്റായി ആ ബഡ്ജറ്റ് മാറുകയും കേരളം എന്നല്ല മറ്റൊരു സംസ്ഥാനത്തിന്റെ പേര് പോലും ഈ ഒരു ബഡ്ജറ്റിലും സംസാരിക്കാൻ അവർക്ക് സാധിച്ചില്ല. താമരമൊട്ടിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുന്നത് മുതൽ വലിയ വിമാനത്താവളങ്ങൾ വരെ പ്രഖ്യാപിച്ചപ്പോഴും കേരളത്തെ അവഗണിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചിട്ടുണ്ട് കേന്ദ്രം എന്നുള്ളത് ശരിയാണ്. അതേസമയത്ത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ, അതായത് പഞ്ചായത്തുകളുടെ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ, ജില്ലാ പഞ്ചായത്തുകളുടെ ഒക്കെ പദ്ധതി വിഹിതം സംസ്ഥാനവും വെട്ടിക്കുറച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ എന്നത് മറക്കണ്ട. ഏതായാലും കേന്ദ്രം വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്നുള്ളത് പരിതാപകരമാണ്, പ്രതിഷേധാർഹമാണ്. അതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷമടക്കം ലോക്സഭ ബഹിഷ്കരിക്കുന്നത് നമ്മൾ കണ്ടത്. ഈ ബഡ്ജറ്റ് മറ്റ് സംസ്ഥാനങ്ങളെ പരിഗണിക്കുന്നില്ല എന്നതുകൊണ്ട് അത് കേരളത്തെ ബാധിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്, നമ്മൾ സ്വാഭാവികമായും അംഗീകരിക്കുകയാണ്. നോക്കൂ, കേന്ദ്രം ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഞെരുക്കുന്ന സമയത്ത് കേരളം കൂടി എന്നാൽ ഞങ്ങൾ ഈ അവരറുക്കുകയാണല്ലോ, ഞങ്ങൾ ഉപ്പിട്ട് പോയേക്കാം എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോയാൽ അത് എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു ബോധ്യം വേണ്ടേ. 2, ഈ സർക്കാരിന്റെ അല്ല, കഴിഞ്ഞ സർക്കാരിന്റെ അടക്കം ഒന്നാം പിണറായി ഗവൺമെന്റും രണ്ടാം പിണറായി ഗവൺമെന്റും അധികാരത്തിലേക്ക് വരുമ്പോൾ പെൻഷനുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് കൊടുത്തിരുന്നു, എല്ലാ വർഷവും 100 രൂപ വർദ്ധിപ്പിച്ചു വരുമെന്ന്. ബാലഗോപാൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങിയതിനു ശേഷം 1 രൂപ വർദ്ധിപ്പിച്ചിട്ടില്ല. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 2, കഴിഞ്ഞ ബഡ്ജറ്റിൽ ബാലഗോപാൽ ഇതേ വിജ്ഞാന സൗഹൃദമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കുമെന്നും നേരത്തെ അനിൽകുമാർ പറഞ്ഞതുപോലെ അടുത്ത ജനറേഷനെ, നെക്സ്റ്റ് ജെൻ എക്സിനെയാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് 2021 ബഡ്ജറ്റിൽ സംസ്ഥാനത്തുടനീളം 30 ലക്ഷം ലാപ്ടോപ്പുകൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞു. വിതരണം ചെയ്തിട്ടില്ല. സംസ്ഥാനത്തുടനീളം ഈ വീട്ടമ്മമാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ അവരുടെ സ്വന്തമായി വീടുകൾ തന്നെ തൊഴിലിടങ്ങളാക്കി മാറ്റുന്ന പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രം ചെയ്യുന്നത് അവിടെ നിൽക്കട്ടെ, സംസ്ഥാനം കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച, ഇപ്പോ അനിൽകുമാർ പറയുന്നത് പോലെ ഞങ്ങൾ ജെൻ എക്സിനെ അഡ്രസ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് പോലെ ചില ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് അവതരിപ്പിച്ചിരുന്നല്ലോ. ആ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസിന്റെ നിലവിലെ അവസ്ഥ എന്താണ് എന്നൊരു വൈറ്റ് പേപ്പർ കൂടി ധനമന്ത്രി അവതരിപ്പിച്ചാൽ അത് കൂടുതൽ സുതാര്യമാകും. പുതിയ പദ്ധതികൾ അവതരിപ്പിക്കുക എന്നുള്ളതല്ല ഒരു ധനകാര്യ മന്ത്രിയുടെ മിടുക്ക്. അവതരിപ്പിച്ച പദ്ധതികൾ എവിടെ വരെ എത്തിയെന്നും അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റി ആലോചിക്കേണ്ടതുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ബാലഗോപാൽ ഇന്നത്തെ ബഡ്ജറ്റിൽ കുറച്ച് റിലാക്സ്ഡ് ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാര്യം ഈ വർഷാവസാനം പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ പോകുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ പോകുന്നു. അടുത്ത വർഷം ഒരു ക്വാർട്ടർലിയോടുകൂടി അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഒരു സർക്കാരാണ്. അപ്പോ ഒരു റിലാക്സ്ഡ് ബഡ്ജറ്റ് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ആ ബഡ്ജറ്റ് ഉണ്ടാവുന്ന സമയത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം നമ്മൾ കണ്ടു എന്താണ് സർക്കാരിന്റെ ഉള്ളിലിരിപ്പ്, സർക്കാരിന്റെ മനസ്സിലിരിപ്പ്. ടോളിന് യൂസർ ഫീ എന്നൊരു ഓമന പേരിട്ട് പിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അങ്ങ് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന കേന്ദ്രം ജനത്തിന് മേൽ കൂടി വലിയ ബേർഡൻ ഉണ്ടാക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ടി മാത്രമല്ല, ജനത്തിനു മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ഡയറക്ട്ലി അല്ല. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഞെരുക്കം കൊള്ളുന്ന ജനത്തെ കൂടി അഡ്രസ് ചെയ്യണ്ടേ.
ശ്രീ ബാലഗോപാലും സംസ്ഥാന സർക്കാരും ഇതാ സംസ്ഥാന സർക്കാരിനെ ആസ് എ ബോഡി ഇതാ സ്റ്റേറ്റ് ഗവൺമെന്റിനെ കേന്ദ്രം ഞെരുക്കുന്നു എന്ന് പറഞ്ഞ് വിലപിക്കുമ്പോ അതേ ഞെരുക്കം അനുഭവിക്കുന്ന സാധാരണക്കാരനുണ്ട്. അവനെ ചേർത്ത് പിടിക്കാൻ, അവനെ കൈപിടിച്ച് ഉയർത്താൻ, അവനെ ആശ്വസിപ്പിക്കാൻ എന്താണ് നൽകാൻ സാധിക്കുക? രണ്ട്, ഒരു കാര്യം കൂടി, ടാക്സ് പിരിച്ചെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ അമ്പേ പരാജയമാണ് എന്ന് CAG റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ CAG റിപ്പോർട്ടിൽ 75,000 കോടി രൂപയാണ് പിരിച്ചെടുക്കാനുള്ളത്. ചിലപ്പോൾ അനിൽകുമാർ എന്നോട് പറയും അത് ലിറ്റിഗേഷൻ ടാക്സസ് ആണ്, അതായത് ലീഗൽ ലിറ്റിഗേഷനുകളിൽ പെട്ട് കിടക്കുന്ന ടാക്സ് ആണ് പിരിച്ചെടുക്കാനുള്ളത്. അങ്ങനെ ഉള്ളതും CAG മാറ്റിവെച്ചിട്ടുണ്ട്. 32,000 കോടിയാണ് അങ്ങനെ ഉള്ളത്. അങ്ങനെ മാറ്റി നിർത്തിയാൽ പോലും ഏതാണ്ട് 40,000 കോടി രൂപ കോടതി കയറാത്ത, നിങ്ങൾ ചെന്ന് പിരിച്ചെടുക്കാൻ, നിങ്ങൾ ഉദ്യോഗസ്ഥർ ചെന്നാൽ പിരിച്ചെടുക്കാൻ പറ്റുന്ന കോടതി വ്യവഹാരങ്ങളിലൂടെ കടന്നു പോകേണ്ടാത്ത പണമുണ്ട്. അതിൽ 786 കോടി രൂപ ബാർ മുതലാളിമാരിൽ നിന്ന് പിരിച്ചെടുക്കാനുള്ള TOT ആണ്, ടാക്സ് ഓൺ ടേൺ ഓവർ. അതിൽ 486 കോടി രൂപ ഈ കോറി മുതലാളിമാരിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള TOT ആണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാർ കൂടുതൽ എന്താണ്, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ലേ, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് മാത്രം പറഞ്ഞുകൊണ്ട് അവർ തരുന്നില്ലല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയാതെ ഇതാ നമുക്ക് ചെയ്യാനുള്ള ഇത്തരം കാര്യങ്ങളുണ്ട്, അത് ഞങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് അതിൽ നിന്നാണ് ഇത് എടുത്തു നൽകുന്നത് എന്ന് പറയാനുള്ള ഒരു ആർജവം കാണിക്കണം. ഇനി വരും കാലങ്ങളിൽ ഈ പറയുന്ന ടാക്സ് പിരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും. ടാക്സ് പിരിച്ച് ആ ടാക്സ് പണം മടക്കി നൽകുന്ന പരിപാടി, അതിനൊരു സർക്കാരിന്റെ ആവശ്യമില്ലല്ലോ, ഏതെങ്കിലും ഒരു വട്ടിപ്പലിശക്കാരന്റെ ആവശ്യമേ ഉള്ളൂ. ആ പരിപാടിയിൽ നിന്ന് മാറി കൂടുതൽ എന്താണ് പറയുന്നത്, സംസ്ഥാന സർക്കാരിന് ഇൻഡിവിജ്വലായി വരുമാനം ആകർഷിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ, അതിന് UDF വന്നാലും LDF വന്നാലും ആരാണെങ്കിലും നടപ്പിലാക്കാനുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യത്ത് നിന്ന്, ഈ സംസ്ഥാനത്ത് നിന്ന്